Once again, welcome back to my channel EduEase. Second terminal maths examination 2024 to 25. എട്ടാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഒട്ടും തന്നെ സമയം കളയാനില്ല. വളരെ വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഞാൻ പറഞ്ഞു പോകാം. ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബേസ് ചെയ്ത് നിങ്ങൾ നോക്കി അത് മനസ്സിലാക്കിയെടുക്കുക കേട്ടോ. നോക്കിക്കേ, ഫസ്റ്റ് ചോദ്യം. In the figure AB is equal to AC, then angle C എത്രയാണ്, ആംഗിൾ A എത്രയാണ്? ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഒരു ട്രയാങ്കിളിൻ്റെ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ABC എന്ന് അവിടെ ആംഗിൾ B എത്രയാണെന്ന് നമ്മുടെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. എത്രയാണ്? 65 ഡിഗ്രിയാണ്, 65 ഡിഗ്രിയാണ്. എന്നിട്ട് നമുക്കിനിയും കണ്ടുപിടിക്കേണ്ടത് അവിടുത്തെ ആംഗിൾ Aയും ആംഗിൾ Cയും ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഒരു ക്ലൂ നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. എന്താണ്? AB എന്ന് പറഞ്ഞത് ACക്ക് തുല്യമാണ്, അതായത് രണ്ട് വശങ്ങൾ തുല്യമാണ്. അങ്ങനെ രണ്ട് വശങ്ങൾ തുല്യമാവുകയാണെങ്കിൽ ആ വശങ്ങളുടെ എല്ലാം ഓപ്പോസിറ്റ് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നൊരു ഐഡിയ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ AB ഈക്വൽ ടു AC ആണെങ്കിൽ ആംഗിൾ C എന്തായിരിക്കും? ആംഗിൾ ബിക്ക് തുല്യമായിരിക്കും. അപ്പോൾ ആംഗിൾ ബി എത്രയാണ്? 65 ഡിഗ്രി ആയിരിക്കും. അത് തന്നെയായിരിക്കും ആംഗിൾ സി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആംഗിൾ ബി 65 കിട്ടി, ആംഗിൾ സി 65 കിട്ടി. അപ്പോൾ നമുക്ക് ആംഗിൾ എ കണ്ടുപിടിച്ചൂടെ? ഒരു ട്രയാങ്കിളുടെ മൊത്തം ആംഗിൾ എത്രയാണ്? 180 ആണ് അല്ലേ? അപ്പോൾ 180 ഡിഗ്രിയിൽ നിന്ന് 180 ഡിഗ്രി മൈനസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി. അപ്പോൾ എന്ത് ചെയ്യണം? 180 ഡിഗ്രി മൈനസ് 65 പ്ലസ് 65 എത്രയാണ്? 65 കൂടെ കൂട്ടിയാൽ 130 ആണ്. അപ്പോൾ നമ്മുടെ 150 നിന്ന് 130 കുറച്ചാൽ നമ്മുടെ ആൻസർ കിട്ടി 50 ഡിഗ്രി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് ചോദ്യം. ആൻ ഇന്നർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 125. ഒരു റെഗുലർ പോളിഗൻ്റെ ഇന്നർ ആംഗിൾ എത്രയാണ്? 125 ഡിഗ്രിയാണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആൻ ഔട്ടർ ആംഗിൾ? ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, 180 ഡിഗ്രിയിൽ നിന്ന് തന്നിരിക്കുന്ന ഇന്നർ ആംഗിളിൻ്റെ അതങ്ങ് കുറയ്ക്കുക. അപ്പോൾ ഔട്ടർ ആംഗിൾ ഈക്വൽ ടു 180 മൈനസ് 125. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 55 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഔട്ടർ ആംഗിൾ എത്രയാണ്? 55 ഡിഗ്രി. ഇനിയും നമ്മുടെ അടുത്ത ചോദ്യം. ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? എത്ര സൈഡുകളാണ് അതിന് ഉള്ളത്? അപ്പം നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാൻ എന്തോ ചെയ്താൽ മതി? നമുക്കറിയാം ടോട്ടൽ എത്രയാണ്? നമുക്ക് 360 ആണ് അല്ലേ? അപ്പം 360 നിന്ന് ഈ കിട്ടിയ 55 ഡിഗ്രി അങ്ങനെ എന്ത് ചെയ്യുക? ഹരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഹരിച്ചപ്പം ഇതൊരു പോയിന്റ് വരുന്ന ഇതായിരുന്നു, 6.545 എന്നതിൻ്റെ പോയിന്റ് വരുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഫൈനലൈസ് ചെയ്ത് നമുക്കതിനെ 7 എന്ന് കൊടുക്കാം. അതേസമയം ഇപ്പം 150 മൈനസ് 135 ആയിരുന്നെങ്കിൽ എത്ര വന്നേനെ? 45 ഡിഗ്രി വന്നതിന് ഔട്ടർ ആംഗിൾ. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് നമുക്ക് എന്ത് ചെയ്താൽ മതി? 360നെ എന്ത് ചെയ്യുക? 45 കൊണ്ട് ഹരിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. അപ്പോൾ 8 സൈഡ്സ്. അത് സന്ദർഭത്തിനനുസരിച്ച് എന്ത് ചെയ്തോണം? ചേഞ്ച് ചെയ്തോണം. അപ്പം അത് ഓർത്ത് വെച്ചോണം. ഇപ്പോൾ 7 സൈഡ്സ് ഉള്ള ഒരു റെഗുലർ പോളിഗൺ ആണെങ്കിൽ അതിൻ്റെ പേരെന്താണ്? നമുക്കറിയാം, സെപ്റ്റഗൺ അല്ലേ? 8 ആണെങ്കിൽ എന്താണ്? ഹെപ്റ്റഗൺ. അങ്ങനെ നമ്മൾ പേരും എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം. 5 ആണെങ്കിൽ പെൻറ്റഗൺ, 6 ആണെങ്കിൽ ഹെക്സഗൺ, ഒക്ടഗൺ, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അതൊക്കെ നോക്കി വെച്ചോണേ. ഇനി മൂന്നാമത്തെ ചോദ്യം. എക്സ് പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. അതായത് നമ്മുടെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എന്താണ്? 2ab എന്ന് പറയുന്ന അതേ ഇക്വേഷൻ തന്നെ. യൂസിങ് ദ എബോ കോൺസെപ്റ്റ് ഫൈൻഡ് 101. 101ൻ്റെ സ്ക്വയർ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 101ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 100 പ്ലസ് 1 ആണ് എന്ത്? 101. അപ്പോൾ അവിടുത്തെ എക്സ് എത്രയാണ്? നമുക്ക് എടുക്കാം 100 എന്ന് എടുക്കാം കേട്ടോ. വൈ എത്രയാണ്? 1. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ. എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എത്ര? എക്സിൻ്റെ സ്ഥാനത്ത് എത്ര ഇട്ട് കൊടുക്കണം? 100 ഇട്ട് കൊടുക്കണം. അപ്പോൾ 100ൻ്റെ സ്ക്വയർ പ്ലസ് വൈയുടെ സ്ഥാനത്ത് എത്രയാണ്? 1. 1ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് എന്താ? 100 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് 1. ഇനി 100ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 100 എഴുതിയിട്ട് എന്ത് ചെയ്യുക? സ്ക്വയർ ആയതുകൊണ്ട് 2 0 കൊണ്ട് ഇട്ട് കൊടുക്കുക, അതായത് 10000 പ്ലസ് 1ൻ്റെ സ്ക്വയർ എത്ര തന്നെ? 1 പ്ലസ് 2 ഇൻറ്റു 100 എത്ര? 200. 200 ഇൻറ്റു 1 എത്ര തന്നെ? 200. അപ്പോൾ 10000 പ്ലസ് 1 പ്ലസ് 200. 10000ൻ്റെ കൂടി 200 കൂട്ടിയാൽ 10200, അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ 10201 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം.
റേഷ്യോ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ്. ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ എ ക്ലാസ് ആർ ഇൻ ദ റേഷ്യോ 4:3. ഇഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ഈസ് 21, ദെൻ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബോയ്സ്? എന്താണ്? ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം റേഷ്യോയിൽ തന്നിരിക്കുകയാണ്, അംശബന്ധത്തിൽ തന്നിരിക്കുകയാണ് 4:3. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ക്ലാസ്സിലെ മൊത്തം പെൺകുട്ടികളുടെ എണ്ണം 21 ആണെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ നോക്കിയേണ്ടത് ഞാൻ താഴെ ആൻസർ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് ബോയ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആ ക്ലാസ്സിലെ മൊത്തം പെൺകുട്ടികളുടെ എണ്ണത്തെ, അതായത് 21 ഇൻറ്റു ആൺകുട്ടികളുടെ റേഷ്യോ എത്രയായിരുന്നു? 4 ആയിരുന്നു അല്ലേ? അപ്പം 4 ഡിവൈഡഡ് ബൈ പെൺകുട്ടികളുടെ റേഷ്യോ എത്രയാണ്? 3. അപ്പോൾ 21 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 3. ഇനി നമ്മൾ നോക്കേണ്ടത് 3ഉം 21ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടല്ലോ, 3ൻ്റെ പട്ടികയിൽ 21 ഉണ്ട്. അതായത് 3 7 ആണ്, എത്ര? 7 3 ആണ് 21. അപ്പോൾ 3ഉം 21ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 7 എന്ന് കിട്ടും. അപ്പോൾ 7 ഇൻറ്റു 4 എത്ര കിട്ടി? 28. അപ്പോൾ നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ്? 28 ആണ്. അപ്പോൾ ആ ക്ലാസ്സിൽ 28 ആൺകുട്ടികളുമുണ്ട്, 21 പെൺകുട്ടികളുമുണ്ട്. നമ്മുടെ ബി ചോദ്യം എന്തുവാ? ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. ആ ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ എണ്ണമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈക്വൽ ടു ബോയ്സിൻ്റെ എണ്ണം പ്ലസ് ഗേൾസിൻ്റെ എണ്ണം. ഇപ്പോൾ 28 പ്ലസ് 21 നമുക്ക് എത്ര എന്ന് തന്നെ കിട്ടും? 49. നെക്സ്റ്റ് 5ാമത്തെ ചോദ്യം. ഇൻ ദ റോംബസ് ABCD എന്ന് പറഞ്ഞ റോംബസിൻ്റെ AC എന്ന് പറഞ്ഞ സൈഡ് 8 സെൻറ്റിമീറ്ററും BD എന്ന് പറഞ്ഞ സൈഡ് 6 സെൻറ്റിമീറ്ററുമാണ് എങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ആംഗിൾ AOD എന്ന് പറഞ്ഞ ആംഗിളും AD എന്ന് പറഞ്ഞ സൈഡും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. നോക്കിയേ, റോംബസിൻ്റെ ഒരു പിക്ചർ ഞാൻ അവിടെ വരച്ചേക്കുന്നുണ്ടോ? അപ്പം റോംബസ് ആകുമ്പോൾ ഓർത്ത് വെച്ചോണം, ഇതിൻ്റെ 4 വശമായതുകൊണ്ട് എല്ലാ സൈഡും കൂടെ, എല്ലാ ആംഗിൾസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടേണ്ടത്? 360 ആണ് കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ നോക്കിയേ, AODയും പിന്നെ ഞാൻ ഈ പറയുമ്പോൾ പിക്ചറിലോട്ട് തന്നെ നിങ്ങൾ നോക്കണം. AOB AOD പിന്നെന്താണ്? COB COD അല്ലെങ്കിൽ DOC. ഈ ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് ആംഗിൾ AOD ആയാലും ആംഗിൾ AOB ആയാലും ആംഗിൾ COB ആയാലും ആംഗിൾ DOC ആയാലും എല്ലാം എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അത് റോംബസിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ ആ ആംഗിൾ എത്ര ആയിരിക്കും കിട്ടുന്നത്? 90 ഡിഗ്രിയാണ്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് AD എന്ന് പറഞ്ഞ ആ സൈഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നോക്കി, നിങ്ങൾ ആ പിക്ചറിലൊന്ന് നോക്കിയേ. AD എന്ന് പറഞ്ഞ സൈഡ് കണ്ടുപിടിക്കാൻ നമുക്ക് അവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ. സാർ പറയുമ്പോൾ തന്നെ നിങ്ങൾ ആ പിക്ചറിലോട്ട് തന്നെ നോക്കണേ. AOD എന്ന് ഞാനത് ഒന്നുകൂടെ എടുത്ത് വരച്ചിട്ടുണ്ട്, ആ ഒരു ട്രയാങ്കിൾ മാത്രം. AOD എന്ന് പറഞ്ഞതിൽ നിങ്ങളൊന്ന് നോക്കിക്കേ. AODയിൽ DO എന്ന് പറഞ്ഞ ലൈൻ്റെ നീളം നമുക്ക് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾ ആ മുകളിലത്തെ പിക്ചർ ഒന്നുകൂടെ നോക്കണേ. DB എന്ന് പറഞ്ഞ ലൈൻ എത്രയാണ്? നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് എത്രയാണ്? DB അല്ലെങ്കിൽ BD എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? BD എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ നേർ പാതി ആയിരിക്കത്തില്ലേ DO? അപ്പോൾ DO ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? DBയെ 2 കൊണ്ട് എന്ത് ചെയ്യുക? ഹരിക്കുക. DB എത്രയായിരുന്നു? 6 സെൻറ്റിമീറ്റർ. അപ്പോൾ 6 സെൻറ്റിമീറ്ററിനെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടി? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് DO എത്ര കിട്ടി? DO 3 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി നമുക്ക് അതേപോലെ എന്ത് കണ്ടുപിടിക്കണം? AO കണ്ടുപിടിക്കണം അല്ലേ? ആ റോംബസിൻ്റെ നടുക്കൂടെ പോയിരിക്കുന്ന ഡയഗണൽസിൽ നോക്കിയാൽ മതി നിങ്ങൾ. അപ്പോൾ AO കണ്ടുപിടിക്കണമെങ്കിൽ AC എന്ന് പറഞ്ഞൊരു നീളം നമുക്കറിയാമല്ലോ, ക്വസ്റ്റ്യനിലുണ്ടല്ലോ. AC 8 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം, ആ ഒരു ഡയഗണൽ അല്ലേ? അപ്പോൾ അതിൻ്റെ നേർ പാതി കണ്ടുപിടിച്ചാൽ പോരായോ? അപ്പോൾ AO ഈക്വൽ ടു AC ഡിവൈഡഡ് ബൈ 2. AC എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 2. 8നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 4 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിച്ചൂടെ ADയുടെ നീളം? ADയുടെ നീളം എങ്ങനെ കണ്ടുപിടിക്കാം? പൈതഗോറസ് തിയറം വെച്ച്, അക്കോർഡിംഗ് ടു ദ പൈതഗോറസ് തിയറം AD ഈക്വൽ ടു റൂട്ട് ഓഫ് എന്തിൻ്റെ റൂട്ട്? റൂട്ട് ഓഫ് എന്താണ്? AO സ്ക്വയർ പ്ലസ് DO സ്ക്വയർ. അതായത് AO എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. 4ൻ്റെ സ്ക്വയർ പ്ലസ് DO എത്രയായിരുന്നു? 3. 3ൻ്റെ സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 എത്രയാണ്? 16 പ്ലസ് 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 3 × 3 9. അപ്പോൾ 16 പ്ലസ് 9 ഈക്വൽ ടു 25 വരും. അപ്പോൾ റൂട്ട് 25 എന്ന് കിട്ടും. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ അത്രയും?
എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് അത് എന്ത് ചെയ്യുക, കേൾക്കുക കേട്ടോ. അടുത്തത് ആറാമത്തെ ചോദ്യം. സച്ചു ഡിപ്പോസിറ്റഡ് 20,000 rupees in a bank which pays 6% ഇൻട്രസ്റ്റഡ് കോമ്പൗണ്ട് ആനുവലി. സച്ചു ഒരു ബാങ്കിൽ കൊണ്ടുവന്ന് 20,000 രൂപ 6% ഇൻട്രസ്റ്റിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, നിക്ഷേപിച്ചിരിക്കുകയാണ്, കോമ്പൗണ്ട് ആനുവലായിട്ട്. വാട്ട് എമൗണ്ട് വിൽ ഹി ഗെറ്റ് ആഫ്റ്റർ 2 years? 2 വർഷം കഴിഞ്ഞ് അവൻ ബാങ്കിൽ പോയി കഴിയുമ്പം അവൻ എത്ര രൂപയാണ് തിരിച്ചു കിട്ടുന്നത്? അപ്പോൾ നമ്മുടെ ആ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. പി ഇൻറ്റു 1 + r/100 the all raised to t. അവിടെ പി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്, നമ്മൾ എത്ര എമൗണ്ട് ആണോ അങ്ങോട്ട് അടയ്ക്കുന്നത്, എത്ര 20,000 ഇൻറ്റു ബ്രാക്കറ്റ് കൊടുത്തു 1 + r എന്ന് പറഞ്ഞാൽ അവിടുത്തെ എന്താണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എത്ര നമ്മുടെ നമ്പറായ 6 തന്നെയാണ്. 6 ഡിവൈഡഡ് ബൈ 100 റേസ് ടു എത്രയാണ്, ടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ എത്ര വർഷത്തേക്കാണ്, 2 വർഷം. അപ്പോൾ അതിൻ്റെ താഴോട്ട് സാർ ചെയ്തിട്ടുണ്ട് 20,000 ഇൻറ്റു ഇപ്പോൾ അതിൻ്റെ 1 + r/100 എന്ന് കൊടുത്താൽ എന്താണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, 100 ഇൻറ്റു 1 + 6/100. അപ്പോൾ എത്ര കിട്ടും, 106. 100 ഇൻറ്റു 1 100 ഇൻറ്റു 1 എത്ര തന്നെയാണ്, 100 ആണ് അല്ലേ. ആ 100ൻ്റെ കൂടെ 6 കൂട്ടിയാൽ 106. അപ്പോൾ 106/100 ഇൻറ്റു 106/100. അതെന്താണെന്നറിയാം, 106/100 ഇൻറ്റു 106/100 എന്ന് കൊടുത്തേക്കുന്നത് എന്തുകൊണ്ടാണ്, അവിടെ എത്ര വർഷമാണ്, 2 വർഷമാണ്. അതുകൊണ്ടാണ് 106/100 ഇൻറ്റു 106/100 ചെയ്തിരിക്കുന്നത്. ഇനി നോക്കിയേ, താഴത്തെ പൂജ്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. 2 100 ഉള്ളതുകൊണ്ട് മൊത്തം 4 0 ഉണ്ട് അല്ലേ. ആ 0 താഴത്തെ 4 0യും 20,000-ലെ 4 0യും എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അപ്പോൾ മുകളിൽ എന്ത് മാത്രമാവും, 2 ഇൻറ്റു 106 ഇൻറ്റു 106 ഡിവൈഡഡ് ബൈ താഴെ എന്ത് മാത്രമേ ഉള്ളൂ, 1. 106 ഇൻറ്റു 106 ഇൻറ്റു 2 ചെയ്ത് നോക്കിയാൽ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് 22,472 എന്ന് ആൻസർ കിട്ടും. അപ്പം 20,000 രൂപ കൊണ്ട് അവൻ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 2 വർഷം കഴിഞ്ഞ് അവൻ ബാങ്കിൽ ചെല്ലുമ്പോൾ അവൻ എത്ര രൂപയാണ് കിട്ടുന്നത്, 22,472. പിന്നെ നമ്മുടെ അടുത്ത ചോദ്യം, ഹൗ മച്ച് ഇൻട്രസ്റ്റ് വിൽ ഹി ഗെറ്റ്? അവന് കിട്ടിയ ഇൻട്രസ്റ്റ് എത്രയാണ് അവന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എത്രയാണ്, 2 വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയത് 22,472 ആയിരുന്നു അല്ലേ. ആ 22,472 നിന്ന് അവൻ അടച്ച 20,000 അങ്ങ് എന്ത് ചെയ്താൽ മതി, കുറച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി, ബാലൻസ് 2,472 നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ഏഴാമത്തെ ചോദ്യം, ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 2 meter മോർ ദാൻ 3 times ഇറ്റ്സ് ബ്രെഡ്ത്ത് ഇഫ് ദ പെരിമീറ്റർ ഈസ് 44 meter. ചോദ്യം ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ്? എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, ബ്രെഡ്ത്തിനെ കാട്ടിൽ എത്ര മടങ്ങ്, ബ്രെഡ്ത്തിൻ്റെ 3 മടങ്ങിനോട് 2 കൂട്ടുന്നതാണ് എന്ത്, ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എന്താണ്, അതിൻ്റെ പെരിമീറ്ററും തന്നിട്ടുണ്ട്. ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് തന്നിട്ടുണ്ട് 44 മീറ്റർ ആണെന്ന്. എങ്കിൽ അവിടുത്തെ ലെങ്തും ബ്രെഡ്ത്തും തമ്മിൽ കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത് എന്നും, പിന്നെന്താണ്, കാൽക്കുലേറ്റ് ദ ലെങ്ത് ആൻഡ് ദ ബ്രെഡ്ത്തുമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ചോദിക്കുവാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് തന്നിരിക്കുന്ന പെരിമീറ്റർ എത്രയാണോ അതിനെ അതിൻ്റെ പാതി എന്നുവെച്ചാൽ 2 കൊണ്ട് അങ്ങ് ഹരിച്ചിരിക്കണം. അപ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് നമുക്ക് എത്ര കിട്ടും, 44/2 എത്ര കിട്ടും, 22 മീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും എത്ര ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സാർ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എക്സ് ആയിട്ട് അങ്ങ് എടുത്തു, ബ്രെഡ്ത്തിനെ എന്തായിട്ട് എടുത്തു, എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ലെങ്ത് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ബ്രെഡ്ത്തിൻ്റെ 3 times. ബ്രെഡ്ത്തിൻ്റെ 3 times എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് എക്സ് ആണ്, അതിൻ്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു എക്സ് 3x. അപ്പം ലെങ്ത് 3x കിട്ടി. ആ 3xൻ്റെ കൂടെ എന്ത് കൂട്ടുന്നതാണ്, 2 മോർ ദാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, അപ്പോൾ 3x + 2 ആണ് അവിടുത്തെ എന്ത്, ലെങ്ത്. അപ്പം ലെങ്ത് 3x + 2ഉം ബ്രെഡ്ത്ത് എത്രയാണ്, എക്സുമാണ് അല്ലേ. ഇനി നമ്മുടെ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ, പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ എത്രയാണ്, 2 ഇൻറ്റു എൽ പ്ലസ് ബി. അപ്പോൾ 2 ഇൻറ്റു എൽ പ്ലസ് ബി എത്രയാണെന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്, 44. ഇനി നമ്മൾ ആ വാല്യൂസ് എല്ലാം എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം 2 ഇൻറ്റു നോക്കിയേ, എല്ലിൻ്റെ സ്ഥാനത്ത് എത്രയാണ്, 3x + 2 അല്ലേ. ആ എല്ല് നമ്മൾ എഴുതിയിരിക്കുന്നത് 3x + 2 പ്ലസ് ബി എത്രയാണ്, എക്സ് ഈക്വൽ ടു എത്രയാണ്, 44. സാർ പറയുമ്പോൾ ആൻസറിലോട്ട് തന്നെ നോക്കിപ്പോണേ. ഇനി 2വിനെ നമ്മൾ എന്ത് ചെയ്യണം, 3x കൊണ്ട്
കൊണ്ട്, അപ്പോൾ അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഈ 2 വെളിയിൽ എടുത്തിരിക്കുന്ന 2 ഉള്ളിലുള്ള എല്ലാത്തിനെയും കൊണ്ട് എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു 3x പ്ലസ് 2 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു എക്സ് ഈസ്വൽ ടു 44. 2 ഇൻറ്റു 3x എത്രയാണ്, 6x പ്ലസ് 2 ഇൻറ്റു 2 4 പ്ലസ് 2 ഇൻറ്റു എക്സ് എത്രയാണ്, 2x ഈസ്വൽ ടു എത്രയാണ്, 44. ഇനി നോക്കിയേ 6xും 2xും കൂടെ എന്ത് ചെയ്യണം, കൂട്ടണം. 6xും 2xും കൂടെ കൂട്ടി എത്ര കിട്ടും, 8x പ്ലസ് 4 ഈസ്വൽ ടു എത്രയാണ്, 44. ഇനി നോക്കിയേ അതിൽ നിന്ന് 8x എന്ത് ചെയ്യണം, നമ്മൾ വെളിയിലെടുക്കണം. അപ്പോൾ 8x ഈസ്വൽ ടു അപ്പുറത്ത് 44 ആണ്, ഇവിടെ 4 കൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, കൂട്ടിയിരിക്കുകയാണ്. അത് അപ്പുറത്ത് വരുമ്പോഴത്തേക്ക് 4 കൊണ്ട് മൈനസ് ചെയ്യണം. അപ്പോൾ 8x ഈസ്വൽ ടു 44 മൈനസ് 4 എത്ര കിട്ടും, 40 എന്ന് കിട്ടും. ഇനി അതിൽ നിന്ന് എന്ത്, 8x അല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എന്താണ്, x ആണ്. 8x എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു എക്സ് ആണ്. 8 ഇൻറ്റു എക്സ് ആണ് നമുക്ക് 40 കിട്ടിയത്. ഇനി എനിക്ക് അതിൽ നിന്ന് എന്താ കണ്ടുപിടിക്കേണ്ടത്, എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ x ഈസ്വൽ ടു 40നെ 8 കൊണ്ട് അവിടെ എന്ത് ചെയ്യണം, ഹരിക്കണം. അപ്പുറത്ത് ഇൻറ്റു ആണ്. അപ്പോൾ ഇവിടെ 40/8, 8ൻ്റെ പട്ടികയിൽ 40 അഞ്ചാമതാണ്. അപ്പോൾ എത്ര കിട്ടി, എക്സിൻ്റെ വാല്യൂ 5 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ബ്രെഡ്ത്ത് അല്ലായിരുന്നോ. അപ്പോൾ നമ്മുടെ ആ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് എത്രയാണ്, 5 മീറ്റർ ആണ്. ഇനി അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ലെങ്തിൻ്റെ ഇത് കണ്ടുപിടിക്കാം അല്ലേ. നമ്മുടെ ഇക്വേഷൻ വെച്ച് എന്താണ്, ലെങ്ത് എത്രയായിരുന്നു, 3x + 2 ആയിരുന്നു അല്ലേ. അപ്പോൾ 3x + 2 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് എത്രയാണ്, 5 + 2. 3 ഇൻറ്റു 5 എത്രയാണ്, 15 ആണ് അല്ലേ. 15 + 2 എത്ര കിട്ടി, 17 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഈ 7 ചോദ്യമാണ് ഞാൻ ആദ്യത്തെ സെക്ഷനിൽ എന്ത് ചെയ്യുക, ആദ്യത്തെ പാർട്ട് 1 വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് നന്നായിട്ട് കാണുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ കമൻസിൻ്റെ അടിയിൽ കൊടുക്കുക, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഇനി അടുത്ത 8 മുതലുള്ള ബാക്കി ചോദ്യങ്ങളായിട്ട് ഞാനിപ്പോൾ ഉടനെ തന്നെ എത്തുന്നതാണ്. വീഡിയോയെ ഉടനെ തന്നെ ഞാനത് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും ഈ ഒരു വീഡിയോ കാണുക, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക, എന്താണ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.